ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ പടം മൊത്തം മാറി. പടം ലാലേട്ടൻ പിന്നെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഈ ഡിസംബർ മാസം ക്രിസ്മസ് റിലീസായിട്ട് ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, ബബ്ബ ഭയം ഭക്തി ബഹുമാനം. നമ്മുടെ ദിലീപേട്ടനും അതേപോലെ ലാലേട്ടനും 2 മേജർ റോൾ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ വന്നിട്ട് ഗോപാലനാണ്, ഗോപാലൻ പ്രൊഡക്ഷൻസ്. പുള്ളി സിനിമയിൽ ഒരു ചെറിയൊരു റോളിലൊക്കെ വരുന്നുണ്ട്, ഒരു ക്യാമിയോ റോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സോങ്ങിൽ മാത്രമേ ഉള്ളൂ. സിനിമയുടെ ഡ്യൂറേഷൻ 2.5 മണിക്കൂറാണ്, 2 മണിക്കൂറും 32 മിനിറ്റും. പക്ഷേ നമുക്ക് ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. പടം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര പേസിൽ ഇങ്ങനെ പോയി. ആദ്യം ദിലീപേട്ടനെ കാണിക്കുന്ന സീക്വൻസ് മുതൽ തിയേറ്ററിൽ നല്ല കയ്യടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കേസിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല, സിനിമയെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ പടം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ 2.5 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഞാൻ ഇന്നാണ് സിനിമ കണ്ടത്, ഇന്ന് ഡിസംബർ 18. അപ്പോൾ ഇന്ന് ഇതേപോലത്തെ അടിപൊളി അപ്ഡേറ്റ്സൊക്കെ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം സിനിമയെക്കുറിച്ച്. നമ്മുടെ ഡയറക്ടറുടെ പേര് ധനഞ്ജയ് ശങ്കർ എന്നാണ് കേട്ടോ. അതേപോലെ സ്റ്റോറി എഴുതിയിരുന്നത് നൂറിൻ ഷെരീഫും ഫഹീം സാഫറുമാണ്. അപ്പോൾ ഫഹീം സാഫർ സിനിമയിലൊരു റോള് ചെയ്യുന്നുണ്ട്, ദിലീപിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു ലെവലിലുള്ള ഒരു റോളാണ് ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാനാണ്. ഫിലിമിൽ സോങ് വന്നിട്ട് ഒരു സോങ് ഉണ്ട്, ഒരു 2 സോങ് ഉണ്ട്. ഒരു അഴിഞ്ഞാട്ടം സോങ് ഉണ്ട്, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ നല്ല ലാലേട്ടനും ദിലീപേട്ടനും കൂടി നല്ല സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് എന്തായാലും ഫുള്ള് അഴിഞ്ഞാടിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു സ്റ്റോറിയിലേക്ക് നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ പടം മൊത്തം മാറി. പടം ലാലേട്ടൻ പിന്നെ അങ്ങോട്ട് എടുത്തു. ഒരുപാട് ലാലേട്ടൻ്റെ പഴയ സിനിമയുടെ കുറച്ച് റെഫറൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ നല്ല അടിപൊളി ഫൈറ്റ് സീക്വൻസും എല്ലാം കൊണ്ടും കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാഡർ സിനിമാസിലാണ് ഫിലിം കണ്ടത്. രാവിലെ 10:30 ഷോ. വേറെ ഫാൻ ഷോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാലക്കാട് ഫാൻ ഷോ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്, പക്ഷേ എനിക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. ഞാൻ ഒരുവിധം സിനിമയെല്ലാം ലാഡറിൽ തന്നെയാണ് കാണാറ്. നല്ല അടിപൊളി തിയേറ്റർ തന്നെയാണ്. പടത്തിൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു ഒരു പോരായ്മ പോലെ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് ഹൈ സൗണ്ട് പോലെ തോന്നി. വേറെ തിയേറ്ററിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഇവിടുത്തെ അനുഭവം മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സിനിമയുടെ ഒരു ചെറിയൊരു റെഫറൻസ് ഞാൻ പറയാം. ഒരു പൊളിറ്റിക്സ് പരമായിട്ട് ഒരു കിഡ്നാപ്പും, ഇത് രണ്ടും കൂടി റിലേറ്റ് ചെയ്തിട്ടാണ് ഫിലിം മൊത്തത്തിൽ വരുന്നത്. പിന്നെ ഇതിൽ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെയും അതേപോലെ ഫിലിം എഴുതി കാണിക്കുമ്പോഴും എല്ലാം പറയുന്നുണ്ട് നോ ലോജിക് എന്ന്. അതായത് സിനിമയെക്കുറിച്ച് നമ്മൾ കഥ എന്ന രീതിയിലൊക്കെ നല്ല ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നുമില്ല പടം. പക്ഷേ കഥ എന്നുള്ളത് ഉപരി നമ്മളൊരു എൻ്റർടൈനർ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു OTT എന്ന നിലയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീല് കിട്ടില്ല. കാരണം ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും അഴിഞ്ഞാട്ടം കാണാൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോകണം. അതേപോലെ നല്ലൊരു ഫാൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണു കഴിഞ്ഞാൽ പടം ഉഷാറാണ്, വേറെ ലെവലാണ്. അതിലെ കുറച്ച് ഫൈറ്റ് സീൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ക്യാമറ വർക്കും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ചില സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതോ ഫിലിം പോലെ തോന്നും. നല്ല ഷോർട്സൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ചെറിയ ഷോർട്സ്. പടം മൊത്തം അങ്ങനെയല്ല, ചെറിയ ഷോർട്സ് കേട്ടോ. പിന്നെ ഫൈറ്റ് സീക്വൻസും നന്നായിട്ടുണ്ട്. പിന്നെ അതിൽ സാൻഡി മാസ്റ്റർ അഭിനയിച്ചിട്ടുണ്ട്, അത് എനിക്ക് പ്രത്യേകം പറയണമെന്ന് തോന്നി. പുള്ളി ചെയ്തു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ അങ്ങനത്തെ റോളാണ് ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുള്ള. ഒരു പക്ക വില്ലനായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വേറൊരു റോളാണ്, ഒരു നായകൻ്റെ പ്രാധാന്യത്തിന് വരുന്ന ഒരു റോള് ചെയ്തിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈജു ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ, ദിലീപേട്ടൻ, അവർ അഭിനയവും കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് അവരൊക്കെ സെറ്റാണ്, അവരെക്കുറിച്ചൊന്നും പറയണ്ട. പിന്നെ സിനിമയിൽ കുറച്ച് സെൽഫ് ട്രോളുകളും അങ്ങനത്തെ അവരെ തന്നെ ട്രോൾ ചെയ്യണ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ വിനീത് ശ്രീനിവാസ് ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസനുണ്ട്. അതേ പേരിൽ തന്നെ മൂപ്പരെ കളിയാക്കുന്നുണ്ട് ആ സിനിമയിൽ. പക്ഷെ പുള്ളി വേറൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, സിനിമയിൽ നായകനായിട്ടൊന്നുമല്ല. പക്ഷെ ഏട്ടനും അനിയനും തമ്മിലുള്ള ബോണ്ടിങ്ങും അതേപോലെ അവരുടെ ഫാമിലി മാറ്ററൊക്കെ സിനിമയിൽ ചെറുതായിട്ട് നല്ല അടിപൊളിയായിട്ട് രസകരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് ദിലീപേട്ടനും ലാലേട്ടനും കൂടി അഴിഞ്ഞാടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് രാഹുൽ ക്രിസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.